ഹായ് ഓൾ, ദിസ് ഇസ് തേഴ്സ്ഡേ നൈറ്റ്. കൊടിയേറ്റവും പ്രദക്ഷിണവും പെരുന്നാളും ഒക്കെ ആയിട്ട് ഇനിയുള്ള 2-3 ദിവസം ഈ വീട്ടിൽ ഒരുപാട് ആൾക്കാരും അവരുടെ കുട്ടികളും ഒക്കെ വരും. എല്ലാവർക്കും സമയാസമയത്ത് എന്തെങ്കിലും കൊടുക്കാനായിട്ട് തിരുനാൾ കമ്മിറ്റി ട്രഷറർ എന്ന നിലയ്ക്ക് ഞാൻ എപ്പോഴും അവൈലബിൾ ആയെന്ന് വരില്ല. അതിഥി ദേവോ ഭവ എന്നാണല്ലോ. ടച്ചിങ്സ് ഇനത്തിലും സ്നാക്സ് വർഗത്തിലും പെടുന്ന കുറച്ച് സാധനങ്ങൾ ഡൈനിങ് ടേബിളിൽ നമുക്ക് ഇങ്ങനെ അങ്ങ് സെറ്റ് ചെയ്ത് വെക്കാം. നാളെ സ്കൂളിൽ നിന്ന് ഞാൻ ഉച്ചയ്ക്ക് ഇറങ്ങും, നേരെ തയ്യൽ മേടിക്കാൻ പോകും. അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ കുരിശടിയിൽ ഇത്തിരി അലങ്കോല പണികളൊക്കെ ഉണ്ടാവും. വൈകുന്നേരം കൊടിയേറ്റമാണല്ലോ. കൊടിയേറ്റത്തിന്റെ അന്ന് തന്നെയാണ് ഡെല്ലയുടെയും സേറമോളുടെയും അമ്മുവിന്റെയൊക്കെ ഡാൻസ്. അവസാനഘട്ട പ്രാക്ടീസും ഡിന്നറിനായിട്ട് ചിക്കൻ കറിയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയും വെക്കണം. നട്ട്സ് ഒക്കെ വുഡൻ ക്യാപ്പുള്ള ഹണി ജാസിൽ സെറ്റ് ചെയ്ത് വെച്ചു. സോൾട്ടിന്റെയും പെപ്പറിന്റെയും ഒക്കെ ഗ്ലാസ് ജാസ് എപ്പോഴും ഇവിടെ എംറ്റി ആയിട്ടാണ് ഇരിക്കുന്നത്. എന്റെ കറികളിൽ എല്ലാം പാകത്തിനായിരിക്കും. പച്ച നിറത്തിലൊരു മുറുക്കും ഓറഞ്ച് കളറിൽ തക്കാളി മുറുക്കും. ഇനി കുട്ടികളുടെ സെക്ഷനിലേക്ക് ഒരു ജാറിൽ കുറച്ച് ബിസ്ക്കറ്റ്സും മറ്റൊന്നിൽ കുറച്ച് കാൻഡീസും. ഈ കാണുന്നതിൽ ഓൺലൈൻ അവൈലബിൾ ആയിട്ടുള്ളതിന്റെയൊക്കെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് യൂട്യൂബിൽ മാത്രം കൊടുത്തേക്കാം. ടേബിൾ സെറ്റ് ചെയ്ത് കൃതാർത്ഥയായി കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് ഇറങ്ങി. പറഞ്ഞിട്ട് ഒറ്റ രണ്ടും റൂമിൽ നിന്ന് ഇറങ്ങത്തില്ല. പിന്നെ ട്രയലൊക്കെ ഇങ്ങനെ നടത്തി. സ്കേർട്ടിൽ ഇനി ചെറിയൊരു ഗിൽറ്റ് പിടിപ്പിക്കലൊക്കെ ബാക്കിയുണ്ട്. നേരെ കുരിശടിയിലേക്ക്. ഇജോയും സച്ചുവും കൂടെ അലങ്കോല പണികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. കിട്ടിയ ചെറിയ ഗ്യാപ്പിൽ ഡിന്നറിനുള്ള ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ഞാൻ കുക്ക് ചെയ്ത് മാറ്റി. ഈ വർഷം കുരിശടിയിൽ ഒരു സക്രാരി കൂടെ വെക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം സ്റ്റേജിൽ കളിക്കാനുള്ള ഡാൻസിന്റെ അവസാനത്തെ പ്രാക്ടീസ്. പിള്ളേരെ കൊണ്ട് തന്നെ ഞാൻ വീടൊക്കെ ഒന്ന് ഒതുക്കിച്ചു. എല്ലാത്തിനെയും പിടിച്ച് കിടത്തിയിട്ട് വൈകിട്ടത്തെ ഡാൻസിനുള്ള ചെസ് നമ്പേഴ്സ് ഒക്കെ അങ്ങ് എഴുതി വെച്ചു. കുഞ്ഞു കുട്ടികൾ ഉറങ്ങി പോകൂലേ, വയസ്സനുസരിച്ച് ഡാൻസിന്റെ ക്രമനമ്പറൊക്കെ ചിട്ടപ്പെടുത്തി. അമ്മച്ചിയുടെ അടുത്ത് പോയി കറിച്ചട്ടിയിൽ ചോറും കഴിച്ചു, പാത്രവും ഒക്കെ ഒതുക്കി. മിനിയാന്റിയുടെ കടയിൽ നിന്ന് എടുത്ത ഈ കോഡ് സെറ്റാണ് ഇന്ന് കൊടിയേറ്റത്തിനിടുന്നത്. കൊടി ഉയരുമ്പോ പടക്കം പൊട്ടും. ഈ ഡാൻസർ പേടിച്ച് നിലവിളി തുടങ്ങും. ഞാനങ്ങ് എടുത്തു. 7 മണിക്ക് ഡാൻസ് സ്റ്റാർട്ട് ചെയ്യും. ഇവരുടെ ചെസ് നമ്പർ 7 ആണ്. നാളെ ഇടാനുള്ള ഡ്രസ്സിന്റെ പണിയൊക്കെ പൂർത്തിയാക്കി ചെല്ലമ്മേന്റെ അത് മരിയയുടെയും അനീച്ചേസിന്റെയും കയ്യിൽ എങ്ങ് കൊടുത്തു വിട്ടു. സ്നേഹവിരുന്നിനായി അരി സംഭാവനയായി നൽകിയ എല്ലാ നല്ലവരായ നാട്ടുകാർക്കും നന്ദി അർപ്പിക്കുന്നു. ആ നന്ദി പറച്ചിലോട് കൂടി ഞങ്ങൾ ഡാൻസ് അങ്ങ് ആരംഭിച്ചു. 10 മണി വരെ മൈക്ക് സാങ്ഷൻ ഉള്ളൂ. അങ്ങനെ എന്റെ 3 മോണിക്കാസും സ്റ്റേജിൽ കയറി. ജെൻ ചേച്ചി എത്തിയിട്ടുണ്ട്. ഡിന്നറൊക്കെ എടുത്തു കൊടുക്കാനായിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു. ആലൻ പുറത്ത് ഫ്രണ്ട്സിനെയും അകത്ത് ഫാമിലിനെയും ഒരുമിച്ച് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിക്ക് നാളെ രാവിലെയും ഓഫീസിൽ പോകണം. കുറച്ചെടുത്ത് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ചേച്ചിയുടെ കയ്യിലങ്ങ് കൊടുത്തു വിട്ടു. 30ഓളം ഡാൻസുകൾ ഉണ്ടായിരുന്നു. ഈ ക്രൗഡ് ഒന്ന് ഇളകണമെങ്കിൽ സി ഡയമണ്ട്സ് തന്നെ സ്റ്റേജിൽ കയറണം. കുരിശുംമൂടിന്റെ ക്ലബ്ബാണ് സി ഡയമണ്ട്സ്. തുടക്കക്കാര് എന്റെ അപ്പനും കൊച്ചുവപ്പയൊക്കെ ആയിരുന്നു. പിന്നെ അലനും ടീമുമായി. അത് കഴിഞ്ഞുള്ള തലമുറയാണ് ഇപ്പൊ സ്റ്റേജില്. നിലുവാണ് ജാക്കിയുടെ തോളത്ത് കയറി പോകുന്നത്. മരിയമോളെ ഞാനിന്ന് വിടുന്നില്ല. ഈ നീലിയെ നമുക്ക് ക്യാമറാമാനായിട്ട് 2-3 ദിവസത്തേക്ക് ആവശ്യമുണ്ട്. അപ്പൊ നമുക്കിനി നാളെ കാണാം.